പ്രവാസികൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് എന്നാണ് ഇന്ത്യയിൽ എത്താൻ കഴിയുക എന്നോർത്തിട്ട്. കേന്ദ്രത്തിൻ്റെ അനുകൂല തീരുമാനം ഉണ്ടാക്കാത്തതിൻ്റെ വിഷമം അവർക്കേറെയുണ്ട് എങ്കിൽ പോലും ലോക്ക്ഡൗൺ കഴിഞ്ഞാൽ എത്താൻ കഴിയും എന്നുള്ള കേന്ദ്രത്തിൻ്റെ ആ നിലപാട് അത് ഏറെ പ്രതീക്ഷയോടെയാണ് പ്രവാസികൾ സ്വീകരിച്ചിരിക്കുന്നത്. അബുദാബിയിൽ ഇന്ത്യയിലേക്ക് വിമാന സർവീസ് ആരംഭിക്കുകയാണ് എങ്കിൽ അടിയന്തരമായി നാട്ടിലെത്തേണ്ടവർ ആരായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ വ്യക്തത വന്നിരിക്കുകയാണ്. ഇന്ത്യൻ സ്ഥാനപതി കപൂറാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. ഒരു ലിസ്റ്റ് തയ്യാറാക്കിയ ശേഷം ഏറ്റവും അത്യന്താപേക്ഷിതകരമായി ഒരു ലിസ്റ്റ് തയ്യാറാക്കി ഏറ്റവും അടിയന്തരമായ ആവശ്യങ്ങൾ ഉള്ളവർ ആരാണോ ആ രീതിയിലായിരിക്കും ഓരോരുത്തരെയും നാട്ടിലെത്തിക്കുക എന്ന് തന്നെയാണ് ഇന്ത്യൻ സ്ഥാനപതി പവൻ കപൂർ വ്യക്തമാക്കുന്നത്. മാറിയ സാഹചര്യത്തിൽ പലരും നാട്ടിലേക്ക് പോകാൻ ആഗ്രഹിച്ച് ഇരിക്കുകയാണ് എന്ന് എല്ലാവർക്കും അറിയാം. പ്രവാസികളെ സ്വീകരിക്കാൻ രാജ്യം സജ്ജമാണ് എന്ന സർക്കാരിൻ്റെ അറിയിപ്പ് വന്നാലുടൻ UAE അധികൃതരുമായി സഹകരിച്ചുകൊണ്ട് ഉടനടി ഊർജിതമായ നടപടി സ്വീകരിക്കുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അതിലാണ് നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഏറ്റവും ആദ്യം പോകേണ്ടത് അത്യന്താപേക്ഷിതമായ ആൾക്കാർ ആരൊക്കെയുണ്ട് എന്നുള്ള കാര്യം പൂർണ്ണമായും മനസ്സിലാക്കിയ ശേഷം അവരെയാകും അടിയന്തരമായി നാട്ടിലെത്തിക്കുക. ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്നും സഹായത്തിന് ഇന്ത്യൻ എംബസിയും കൗൺസിലേറ്റും ഒപ്പമുണ്ട് എന്നുള്ള ഒരു കാര്യം കൂടി പറഞ്ഞു വയ്ക്കുന്നുണ്ട്. കോവിഡ് പ്രതിസന്ധി കാലഘട്ടത്തിലൂടെയാണ് നാം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. രോഗബാധിതരുടെ എണ്ണം അനുദിനം കൂടി വരുന്ന ഒരു സാഹചര്യമുണ്ടെങ്കിലും ലോകത്തെ ഏറ്റവും മികച്ച ആരോഗ്യ പരിചരണങ്ങളാണ് UAE ലഭ്യമാകുന്നത് എന്നതിനാൽ തന്നെ നിങ്ങൾ ആശങ്കപ്പെടേണ്ട എന്നും ആരോഗ്യ മന്ത്രാലയവുമായി സഹകരിച്ച് പ്രവാസികൾക്ക് ആവശ്യമായ ചികിത്സയും സുരക്ഷയും മുൻകരുതലുകളും ഉറപ്പാക്കുമെന്നും സ്ഥാനപതി അറിയിക്കുന്നുണ്ട്. പ്രവാസി ഇന്ത്യക്കാർക്ക് എന്ത് സഹായത്തിനും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈനുകളിലൂടെ എംബസിയെ സമീപിക്കാം എന്നുള്ളതാണ്. ലേബർ ക്യാമ്പുകളും മറ്റും താമസിക്കുന്നവരിൽ ആഹാരത്തിന് തടസ്സപ്പെടുന്നവർക്ക് ഭക്ഷണവും അതുപോലെ തന്നെ രോഗികൾക്ക് മരുന്നും എത്തിച്ചു നൽകുമെന്നും ഇന്ത്യൻ സ്ഥാനപതി ഉറപ്പ് നൽകിയിട്ടുണ്ട്. രോഗബാധിതർക്ക് മാറി താമസിക്കാൻ ക്വാറന്റൈൻ സൗകര്യവും ഒരുക്കുന്നുണ്ട്. പാചകം ചെയ്ത് കഴിക്കാൻ സാധിക്കുന്നവർക്ക് വിവിധ സംഘടനകളുമായി സഹകരിച്ചുകൊണ്ട് ഭക്ഷ്യോൽപ്പന്നങ്ങൾ എത്തിച്ച് വരുന്നതായും ഇന്ത്യൻ സ്ഥാനപതി വ്യക്തമാക്കുന്നുണ്ട്. വിവിധ കാര്യങ്ങളാൽ മാനസിക പ്രയാസം നേരിടുന്നവർക്ക് ഡോക്ടർമാരുടെ കൂട്ടായ്മ കൗൺസിലിങ്ങിന് തന്നെ സജ്ജമായി രംഗത്തുള്ള കാര്യവും സ്ഥാനപതി വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ആരെയും ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല. അടിയന്തരമായി നാട്ടിലെത്തേണ്ടവരെ ഉടൻ തന്നെ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കും. അവർക്ക് തന്നെയാകും ഏറ്റവും കൂടുതൽ മുൻഗണന നൽകുക. അത്തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഇതിന് ഇന്ത്യയുടെ ആ ഒരു തീരുമാനം കാത്തിരിക്കുകയാണ്. എന്തായാലും കഴിഞ്ഞ ദിവസം കേന്ദ്രത്തിൻ്റെ തീരുമാനം വന്നത് ലോക്ക്ഡൗൺ കഴിയുന്നത് വരെ ആരെയും ഇന്ത്യയിലേക്ക് എത്തിക്കേണ്ട എന്നുള്ളതാണ്. അത് ആത്മഹത്യാപരമായ നിലപാടാണ് എന്ന രീതിയിലാണ് കേന്ദ്രം നിലപാടെടുത്തത്. അതുകൊണ്ട് തന്നെ ലോക്ക്ഡൗൺ കഴിയാൻ കാത്തിരിക്കുകയാണ് പ്രവാസികൾ എല്ലാവരും. പക്ഷേ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ രോഗബാധിതരായാലും കുഴപ്പമില്ല, പ്രവാസികളായ മലയാളികളെ ഉടൻ തന്നെ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് കേന്ദ്രത്തോട് നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനെല്ലാം ഒരു തീരുമാനം ഇനി ലോക്ക്ഡൗൺ കഴിഞ്ഞ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നുള്ള കാര്യമാണ് വ്യക്തമാക്കപ്പെടുന്നത്. കേരളത്തിൻ്റെ തന്നെ കേന്ദ്രമന്ത്രിയായ വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ ഇക്കാര്യത്തിൽ കഴിഞ്ഞ ദിവസം നിലപാട് വ്യക്തമാക്കുകയുണ്ടായി. നമുക്ക് ലോക്ക്ഡൗൺ കഴിയാതെ ആരെയും നാട്ടിലേക്ക് എത്തിക്കാൻ കഴിയില്ല, അത് ലോക്ക്ഡൗൺ ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ്. അതിനാൽ തന്നെ നടപടികൾ സ്വീകരിക്കുക മെയ് 3 ശേഷമായിരിക്കും എന്നുള്ള കാര്യവും വ്യക്തമാക്കപ്പെടുകയാണ്. ഡെസ്ക് പ്രവാസി മലയാളി.